കണ്ടില്ലേ, വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് നല്ല കലാപരമായിട്ട് ഉള്ളി നട്ടത്. ഇതെങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. കണ്ടില്ലേ, പ്ലാസ്റ്റിക് കുപ്പിയിൽ പൊന്നാങ്കണ്ണി നട്ടിട്ട് പൊന്നാങ്കണ്ണി ഉഷാറായത് ഹോൾസ് ഉണ്ടാക്കി. ഇതൊക്കെ വലിച്ചെറിയുന്ന കുപ്പിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നതായി. നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഉള്ളി നടുന്നത്. അതുപോലെ തന്നെ ഇത് നട്ടത്. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. ഇന്നത്തെ നടിയിലൊരു പ്രത്യേകത ഉണ്ട്. സ്ഥലമില്ലാത്തവർക്കും പോട്ടില്ലാത്തവർക്കും ഒക്കെ അന്ന് നടാം. അങ്ങനെയുള്ള സൗകര്യങ്ങളോടുകൂടി ഒന്നാണ് ഇന്നത്തെ നടിയിൽ. അപ്പം നമുക്ക് വലിച്ചെറിയുന്ന റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന കുപ്പിയില്ലേ, കുപ്പി ഞാൻ കാണിച്ചു തരതാ. ഇതേപോലുള്ള കുപ്പി, ഇതൊന്നും പൈസ കൊടുക്കണം. ഇത് റോട്ടുമേൽ ഇറങ്ങിയാൽ നമുക്ക് പെറുക്കാൻ കിട്ടും. എൻ്റെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് നടുന്നതാണ് കാണിക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ നമുക്ക് നടാൻ. എന്തൊക്കെ നടാന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണി നടാം, പൊതീന നടാം, ചെറിയുള്ളി നടാം. ചെറിയുള്ളിയൊക്കെ അത് ഫസ്റ്റാണ്. പിന്നെ നമുക്ക് പൂച്ചെടികളാണെങ്കിൽ 10 മണി ചെടി, അപ്പോൾ ഇത് നല്ല ഉഷാറാണ്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഹോൾസ് ഇടണം. ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ മതി. ഹോൾസ് ഇടണം. മേൽഭാഗം കട്ട് ചെയ്ത് നിറയെ ഹോൾസ് ഇട്ടിട്ട് ഇന്ന് ഞാൻ നടാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയാണ് ഞാൻ ഇതിലേക്ക് നടാൻ. മുളച്ച് പോയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഇതിൽ സൂപ്പറായിട്ട് നടും. ഉണ്ടായി കാണാനൊക്കെ എന്തൊരു കൗതുകം എന്നറിയാം. നല്ല ഭംഗി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ അടുത്തില്ല. അപ്പോൾ എനിക്ക് കുറേ പോട്ട് വാങ്ങി മനുഷ്യൻ മടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ തൂക്കിയിട്ടാൽ മതി. നല്ല ഭംഗിയിൽ ഇങ്ങനെ പച്ച ഒരു തണ്ടാണല്ലോ ഉള്ളിക്കുള്ള. അങ്ങനെ കാണാൻ തന്നെ ഇതൊരു അലങ്കാരം കൂടിയാണ്. ഉള്ളിയും കിട്ടും, അലങ്കാരവും. കുപ്പി നിറയെ ഉള്ളിയും ഉണ്ടാവും, എന്നാലും നമുക്ക് നല്ലൊരു അലങ്കാരമായിരിക്കും. അപ്പം ഞാൻ ഇത് നടാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുപ്പിൻ്റെ ഈ പരസ്യമുള്ള ഭാഗമൊക്കെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു ഊരിയെടുത്ത്, എന്നിട്ട് പിന്നെ മൂടിയും വേണ്ട നമുക്ക്. എന്നിട്ട് ഹോൾസും ഉണ്ടാക്കി, സമയം പോണ്ടാന്ന് വിചാരിച്ച് ഹോൾസൊക്കെ ഉണ്ടാക്കി വെച്ചതാട്ടോ. എന്നിട്ട് മുറിക്കണം, മേൽഭാഗം മുറിച്ചെടുക്കണം. ഇങ്ങനെ അങ്ങ് മുറിച്ചെടുക്കാം. നല്ല മൂർച്ചുള്ള കത്തിയാണെങ്കിൽ ഇതാണെന്നറിയത്തിന് കഴിയും. എൻ്റെ മൂർച്ചുള്ള കത്തിയാ, എനിക്ക് പേടി അതുകൊണ്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാ. കണ്ടോ, മേൽഭാഗം ഒഴിഞ്ഞു കിടക്കുന്ന, അടിഭാഗം നമുക്ക് ഉള്ളി തന്നെ ഇവിടെ വെക്കാം. എന്നിട്ട് ഞാൻ ഇതിൽ പോട്ടി മിക്സ് നിറച്ച്, നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ ഉഷാറിലുണ്ടാവും. നമുക്ക് ഇനി തുടങ്ങാം കേട്ടോ. നല്ലോണം ചൂടാക്കിയിട്ട് ഇത്ര വണ്ണം വേണം, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പുറം പോവും, ഇങ്ങനെ പോവും. നമുക്ക് സുഖം. ഗ്യാസുമ വേണം നല്ല ചൂടും ഇത്ര വണ്ണവും വേണം. ഉള്ളിക്കങ്ങ് പോണല്ലോ. നമുക്കെന്നെ കഴിയൂ. ഞാൻ അങ്ങോട്ട് ഇട്ടാൽ ഞാൻ ഫുള്ള് എടുക്കട്ടെ കേട്ടോ. ഞാൻ നിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും, എന്നാൽ 10 മിനിറ്റ് നിറക്കലിനായി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം നിറച്ചുതാ. പോട്ടി മിക്സ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കരിയില കമ്പോസ്റ്റും ഒക്കെ നിറച്ചതാണ്. പിന്നെ ഞാൻ കുറച്ച് ചകിരി നുറുക്കിയിട്ടിട്ടുണ്ട്, കാരണം ഇത് കട്ട പിടിച്ചു. അപ്പോൾ ഇടയ്ക്കൊരു ചകിരി ഇങ്ങനെ നുറുക്കിയിട്ടത് കൊണ്ട് പെട്ടെന്നൊന്നും ഇത് കട്ട പിടിക്കില്ല. പിന്നെ സോഫ്റ്റ് ആയാൽ തന്നെ വെള്ളം ഇങ്ങനെ വെച്ചാൽ മെല്ലെ അങ്ങ് താഴെ ഇറങ്ങിക്കൊണ്ടല്ലോ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ നല്ല ഭംഗി ഉണ്ടാവും, ഉള്ളി ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യുന്നതാ. അപ്പോൾ ഞാൻ ഉള്ളി എടുത്തിട്ട് ആ മുളച്ച പുറത്തുള്ള കൈ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചെടുത്തതാ. എന്നിട്ട് ഇത് കുറച്ചിടുക. അല്ലാതെ ഇതിൽ കൂടെ അങ്ങോട്ട് കയറ്റാൻ പറ്റൂല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുമാണ്. സ്ഥലമില്ലാത്തവർക്ക് നല്ല സൗകര്യമാണ്. പിന്നെ കുപ്പി കിട്ടില്ല എന്ന് ആരും പരാതി പറയില്ല. ഇഷ്ടംപോലെ ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുപ്പികളാണ്. ഇത് പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാ. ഇത് ഇപ്പം ഇങ്ങനെ മുള കുറച്ചല്ലേ കാണുന്നുള്ളൂ. ഇതൊന്നും അല്ല കേട്ടോ, മുളച്ച് നല്ല ഉഷാറല്ല പച്ചയിൽ വരും. നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ, പിന്നെ വെയിലും കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ ഇതിനും വെയിൽ വേണം. പിന്നെ എന്നോട് ചോദിച്ചിരുന്നു,
നനക്കണോ എന്നും ഞാൻ എന്നും നനക്കും കേട്ടോ. നനാന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഞാൻ എന്നും നനക്കും. ഇപ്പോൾ നല്ല വെയിലല്ലേ, ഗ്ലൗസ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്ലൗസ് എന്നിട്ട് പിന്നെ ഇങ്ങനെ മണ്ണ് ഉള്ളിയൊക്കെ കൂടി റെഡിയാക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാനത് ഊരി വെച്ചതാണ്. ഗ്ലൗസ് നിർബന്ധമാണ്, ഞാൻ എപ്പം പറയും ഗ്ലൗസ് നിർബന്ധമാണ് എന്നുള്ളത്. ഗ്ലൗസ് ഇടാതെ പണിയെടുത്ത പോലെ വിഷമങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. അതാ ഞങ്ങളെ അറിയിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ കാണിക്കും. എന്താ നിറച്ച് 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 ഇവിടെ എത്തി. എൻ്റെ മണ്ണിൻ്റെ കളറ് കണ്ടോ, നല്ല പൊട്ടി മിക്സാണ്. അതുകൊണ്ട് ഞാൻ ഇനിയൊരു വളമൊന്നും ഇടുന്നില്ല. വീട്ടിൽ എത്ര പെട്ടെന്നാ ഉള്ളി മുളക്കുന്നറിയോ. ഇവിടെ വയനാടായിട്ടാണോ എന്നറിയില്ല, ഇവിടെ പെട്ടെന്ന് മുളക്കുക. ഫ്രിഡ്ജ് വെച്ചാൽ പിന്നെ പറയണ്ട. എന്താ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി. മുള വന്ന ഉള്ളി പിന്നെ നമ്മളങ്ങനെ എടുക്കൂരല്ലോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും, ഇതിൽ ഉരുളക്കിഴങ്ങും നടൂ. ഉരുളക്കിഴങ്ങ് പിന്നെ ഒന്നേ പറ്റുള്ളൂ കേട്ടോ ഒരു കുപ്പിയിൽ. ഒന്നുങ്ങൾക്ക് നിറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഒന്നും നിറച്ച് കാണിച്ചു തന്നാൽ പിന്നെ അതുപോലെ മറ്റേത് അതുപോലെ തന്നെ ചെയ്താൽ മതിയല്ലോ. ഇതാ ഇങ്ങനെ 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 നല്ല ഭംഗിയുണ്ട് ഈ സംഭവം. ഇതിനി ഒരാഴ്ച കഴിയണം ഇതിൻ്റെ ഭംഗി ശരിക്കുള്ളത് കാണാൻ. ഇതാ കണ്ടില്ലേ, പൊതിന എൻ്റെത് നല്ല ഉഷാറായിരുന്നു. ഇവിടെ പൊതിനക്ക് ഇതിന് നനക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പൊതിനക്ക് ഞാൻ നനക്കാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു പോക്കൊക്കെ പോയി ഞാൻ പുറത്തേക്ക്. അതുകൊണ്ട് പൊതിനക്ക് നനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പൊതിന ഉണങ്ങിപ്പോയി. ഉണങ്ങിയില്ല, ഇലയൊക്കെ പോയി. ഇനി രണ്ടാമത് ഞാൻ വന്നതിൻ്റെ ശേഷം നനച്ചുണ്ടാക്കിയാവും ഞാൻ കാണിച്ചു തരാം. എനിക്ക് പറ്റിയ എല്ലാം വേണമല്ലോ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നനക്കാതെ ആയിട്ട് കണ്ടോ, നമുക്ക് ഓരോന്നോരോന്ന് കാണിക്കുന്ന ഇതാ കയ്യാലായി. ഇങ്ങനെ അങ്ങോട്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടി മിക്സ്, പിന്നെ നല്ല ഹോൾസ് ചൂടാക്കിയാൽ ഹോൾസായി. ചൂടാക്കുന്നത് ഞങ്ങളെ കാണിച്ചല്ലോ. മണ്ണ് വേഗം അങ്ങ് നിറച്ചിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഉള്ളി മുളക്കാത്ത ഉള്ളിയൊക്കെ ആയാൽ പറ്റിയേക്കൂ. ഞാൻ മുളച്ചതേ നടലുള്ളൂ. എൻ്റെ മൊത്തതാ എന്താ മുള വന്നത്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നീണ്ടു പോവും അല്ലെങ്കിൽ. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് നിറച്ചു. നിറക്കാൻ കുറച്ചൊരു സമയം എടുത്തെങ്കിലും കൂടിയിട്ട് ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉഷാറാവും. അതാണ് ഫുള്ള് നിങ്ങളെ കാണിക്കാണ്ടെന്നത്. ഇടയ്ക്കൊരു ചകിരിൻ്റെ ഇടണേ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പാറ പോലെയാവും. ഇതിന് നല്ല സോഫ്റ്റ് മണ്ണായിരിക്കണം ഉള്ളിക്ക്. നോക്ക് എന്തൊരു ഭംഗിയാലേ കാണാൻ. പച്ച ഏതിനാണ്ട് ഭംഗി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ 2 കളർ എടുത്തത്. ഇതിനെങ്ങനെ തൂക്കിയിട്ടാൽ അത് സിറ്റ് ഔട്ടിൽ തൂക്കിയിടുക, ബാൽക്കണി തൂക്കിയിടുക, അടുക്കളേൻ്റെ സൈഡ് തൂക്കിയിടുക. ഇതിന് കട്ട് ചെയ്തിട്ട് നമുക്ക് തോരൻ വെക്കാം, എല്ലാം ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ പോട്ടി മിക്സ് ആണ് ഇതിന് പ്രധാനം. നല്ല പോട്ടി മിക്സ് ആയിരിക്കണം. ഞാൻ തൂക്കിയിടുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൊതീനാന്ന് തെറ്റിപ്പോയി. എൻ്റെ പൊന്നാങ്കണ്ണി കണ്ടോ, പൊന്നാങ്കണ്ണി ഞാനിങ്ങനെ കുപ്പിയിൽ ഹോൾസ് ഉണ്ടാക്കി നിറച്ചിട്ട് നട്ട് എന്തോ ഒരു ഉഷാറിലാണ് ഉണ്ടായത്. നമ്മൾ നല്ല ഇത് പൊട്ടിച്ചിങ്ങെടുത്ത് അങ്ങോട്ട് ചുറ്റും ഇങ്ങോട്ട് കൂടും. അല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ ഗുണം കൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ഉഷാറായത് കേട്ടോ. കണ്ടില്ലേ, ഇത് വെയിൽ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ പൊന്നാങ്കണ്ണി പച്ച കളറാണ്. വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണിൻ്റെ കളറ് ചുവപ്പാവും. അതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ വിഷയം ഇത് പൊന്നാങ്കണ്ണിൻ്റെ പ്രത്യേകത പറയുന്നതല്ല. ഇത് നടിയിൽ സൗകര്യം പറഞ്ഞിരുന്നതാണ്. സ്ഥലമില്ലാത്തവർക്ക് ഒരു ഹാങ് ചെയ്ത് അതിങ്ങനെ തൂക്കി അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെ ഒരു 5-6 എണ്ണം തൂക്കിയിട്ട് നമുക്കൊരു തോരനുണ്ട്. കണ്ടോ ഉണ്ടായത്, എന്തൊരു അടിപൊളിയിലാണ് ഉണ്ടായതെന്നറിയോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് നോക്കി ഇങ്ങനെ കാണാൻ. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൃഷി എടുക്കാൻ താല്പര്യം വേണം. ഇതിനൊക്കെ കൃഷി ഭ്രാന്തുള്ളവർക്ക് ഇത് പറ്റും കേട്ടോ. അത് പ്രത്യേകമായിട്ട് പറയാനുണ്ട്. ഇതിൽ ഞാൻ നല്ല പോട്ടി മിക്സൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കണ്ടോ, എനിക്ക് എത്ര നിങ്ങളെ കാണിച്ചു തന്നാൽ ഇത് എൻ്റെ ഒന്നൊന്നും അല്ല ഇട്ടുള്ളത്. എൻ്റെ കുറേ ഉണ്ട് ഇതിനകത്ത്.
ഇതാ ഒന്ന് ഇനി വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ പൊതീന നട്ടതാ. അതേപോലെ പൊതീന ഇത് ഞാൻ നട്ടത്. പക്ഷേ ഈ സമയത്ത് ഞാൻ എന്താക്കിയെന്നറിയാം, കുറച്ച് ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ പൊതീന പറ്റ ഉണങ്ങിപ്പോയി. അങ്ങനെ ഞാൻ പോവാണ്, പോട്ടെ വേറെ നടാന്നൊക്കെ വിചാരിച്ച് നിന്ന് ഞാൻ വെറുതെ ഒന്ന് നനച്ചു നോക്കി. ഞാൻ നനച്ച് പരീക്ഷണം നടത്തിയതാ. നോക്കുമ്പോൾ പൊട്ടി മുളച്ചുണ്ടാണത് കണ്ടോ. നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പൊതീനയൊക്കെ എങ്ങനെ നട്ടാൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതീന എന്തെല്ലാം ആവശ്യത്തിന് വേണോ. ഇതാണെങ്കിലും മരുന്നടിക്കാത്ത നല്ല പൊതീനല്ലേ. നമുക്ക് പൊതീന എവിടുന്നാണ് കിട്ടുകയെന്ന് സംശയം ചോദിക്കുന്നവരോട് പറയാം, കടയിൽ നമ്മൾ പൊതീന വാങ്ങിയാൽ പിന്നെ നമ്മൾ വാങ്ങേണ്ടി വരില്ല. ആ തണ്ട് ഇങ്ങ് എടുത്തിട്ട് വെള്ളത്തിൽ കുത്തിവെച്ച് വേര് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് നിറയെ നട്ടാൽ ഇതിങ്ങനെ ഒന്നും അല്ലേ, നിറച്ചുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്ടോ കരിഞ്ഞു പോയതിടക്ക്. എന്നിട്ട് രണ്ടാമത് വേര് മുളച്ച് വന്നു. ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അടിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടിയിൽ ഒന്ന് മുളച്ച് വന്നു കേട്ടോ. ഇതൊക്കെ കരിഞ്ഞു. എന്തൊരു സങ്കടമാണെന്നറിയാം. നമ്മൾക്ക് എന്തോ നട്ടുണ്ടാക്കി കരിഞ്ഞ് ഇങ്ങനെ കേടുന്ന് പോകുക എന്നാണ് വല്ലാത്തൊരു സങ്കടം. അപ്പോൾ പൊതീന എന്തെല്ലാം ആവശ്യത്തിന് നമുക്ക് പൊതീന വളഞ്ഞിപ്പോൾ നോമ്പാ വരുന്നത്. പൊതീനെ നിർബന്ധമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കടയിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കേണ്ടി. സ്ഥലമില്ല, എനിക്ക് പോട്ടില്ല എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ ഫ്രീ കിട്ടുന്ന പോട്ടുകളാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. എന്നിട്ട് പോട്ടി മിക്സ് നിറച്ച് ഇങ്ങനെ കുത്തി വെച്ച് എടോ തൂക്കിയിട്ടാൽ മതി. അടുക്കളേൻ്റെ ഒരു സൈഡ് മതി. എന്നിട്ട് ഇങ്ങനെ ഉഷാറിൽ മുളച്ച് വരും. ഇതൊക്കെ എങ്ങനെയും പറഞ്ഞു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അടുത്തത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ വലിച്ചെറിയരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ റോട്ട് വന്ന് കിട്ടിയതന്നെയാണ്. ഇത് ഇങ്ങനെയുള്ള കുപ്പി കൊണ്ട് നമ്മൾ ഈർക്കിൾ ചൂലുണ്ടാക്കുക. അത് ഫസ്റ്റാണ് കണ്ടോ. എന്നാൽ നമുക്ക് എന്തൊരു സുഖമാണെന്നറിയാം. ഇങ്ങനെ അങ്ങ് പിടിക്കുക, നല്ല കൈക്ക് നല്ലൊരു സുഖമാണ്. ഈ ഒരു വണ്ണേ പറ്റുള്ളൂ. ഇങ്ങനെ ഈർക്കിളി നിറച്ചിട്ട് ഇങ്ങനെ ചൂലുണ്ടാക്കിയാൽ സൂപ്പറായിട്ട് അടിച്ചു വരാം. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളതിൽ കാണിച്ച് തന്നതാണ്. ചൂല് എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ട് ബന്ധമുണ്ട്. നമുക്ക് അടിച്ചു വാരി കരിയിലൊക്കെ എടുക്കണ്ടേ, അതിനിത് ഫസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ. ഇങ്ങനെയുള്ള കുപ്പികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പെറുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ഒഴിവുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഈർക്കിളി നിറച്ച് നല്ല അടിപൊളി. നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പിയും കൂടി പിടിപ്പിച്ചാൽ ഇങ്ങനെ കൊളുത്തി വെക്കാം നല്ല സുഖത്തിൽ. കണ്ടോ അടിപൊളിയല്ലേ ചൂല്. അല്ല ഓരോന്ന് പറഞ്ഞു നിന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളി നടയിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ചിലർക്ക് ഇതിപ്പോൾ എന്തെന്നൊക്കെ ഉള്ള ഒരു പുച്ഛായിരിക്കും. പക്ഷേ ഇതുണ്ടായി കണ്ടാൽ അതൊക്കെ അങ്ങ് മാറും. അപ്പോൾ എൻ്റെ ഉള്ളി നടയിൽ വീഡിയോ അത്രയേ ഉള്ളൂ. നടിയിൽ വീഡിയോ ഇങ്ങനെ പരീക്ഷിക്കുന്നവരെ എന്നോട് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയൊക്കെ ഉണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.